ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബിജു അർജുൻ, BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലാണ് ഒരു കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ കൊല്ലം അഞ്ചലിൽ നിന്നും ഒരു ഇത്തിരി ലേറ്റായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റോഡിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ നേരെ ഇങ്ങ് മല്ലപ്പള്ളി അവരുടെ വീട്ടിലെത്തി. അപ്പോൾ അവർ നമ്മളെ കാത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് ഇവിടെ നല്ല കേരളത്തിലെ എല്ലായിടത്തും വ്യാപാരി വ്യവസായികളുടെ ഒരു പണിമുടക്ക് നടക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആഹാരം കഴിക്കാനൊക്കെ, രാവിലെ കഴിക്കാനൊക്കെ. അങ്ങനെ നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും നമ്മളെ പ്രതീക്ഷിച്ച് തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. അവിടെ വീട്ടുകാരെല്ലാം നമ്മുടെ ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ കംപ്ലൈൻറ്റുകൾ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ നേരെ വർക്കിലോട്ട് അങ്ങ് പോകുമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും സമയമില്ലായിരുന്നു. നമ്മൾ നേരെ പോയിട്ട് അവിടെ ട്രിപ്പിംഗ് മെയിൻ ഒരു പ്രശ്നമായിരുന്നു, ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം നോക്കിയത് ലീക്കേജ് കറണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ അവിടുത്തെ എത്ര മില്ലി ആംപിയറിൽ നോർമലി ട്രിപ്പ് സംഭവിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ ഫുൾ ലോഡ് കൊടുത്തിട്ടും എത്ര മില്ലി ആംപിയറിൽ ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ടെന്ന് ഉള്ള കാര്യം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നോർമലിലും അല്ലാതെ നമ്മൾ ഫുൾ ലോഡ് കൊടുത്തിട്ട് എല്ലാ ലോഡുകളും ഓൺ ചെയ്തതിന് ശേഷവും അവർ നല്ല രീതിയിൽ നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഓടി നടന്ന് ലോഡുകളെല്ലാം ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്തിട്ട് നമ്മൾ ട്രിപ്പിംഗ് ചെക്ക് ചെയ്ത് നോക്കി, അതായത് ലീക്കേജ് കറണ്ട് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ ആകാംക്ഷയോടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ആകാംക്ഷയാണ് അവർക്ക്. നമ്മൾ നേരെ എല്ലാ ലോഡുകളും ഓൺ ചെയ്തേ, AC മോട്ടർ അങ്ങനെയുള്ള സകല ലോഡുകളും ഓൺ ചെയ്തു. ഓൺ ചെയ്തതിന് ശേഷം വീട്ടിലെല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും വെക്കുമ്പോഴും എല്ലാം അവർ നമ്മളെ ഇങ്ങനെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനുണ്ട്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ ഇങ്ങനെ സസൂക്ഷ്മം ഇങ്ങനെ നിൽക്കും. കണ്ടോ, ഇദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉള്ള കക്ഷിയാണ് കേട്ടോ. ഇതിനകത്തൊരു ടെസ്റ്റ് ഉണ്ട്, ഞാൻ അത് അവസാനം പറഞ്ഞു തരാം. ഇദ്ദേഹം ഇങ്ങനെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ടെസ്റ്റ് മീറ്ററുകൾ എടുക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ എല്ലാ ലോഡും ഓൺ ചെയ്തിട്ടിട്ട് ഒന്നുകൂടി നമ്മൾ ഒരു ലീക്കേജ് കറണ്ട് അപ്ലൈ ചെയ്ത് നോക്കുക. ലീക്കേജ് കറണ്ട് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എല്ലാ ലോഡും ഓൺ ചെയ്തിട്ടുണ്ട്, മോട്ടർ എല്ലാം. അപ്പോൾ അത് അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു 15 മില്ലി ആംപിയറൊക്കെ ആകുമ്പോൾ അത് ട്രിപ്പായി പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. 15 മില്ലി ആംപിയറിലാണ് അത് ട്രിപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ RCCB ഒരു വളരെ പെട്ടെന്ന് തന്നെ ട്രിപ്പായി പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ DBയിലെത്തി DB ഒന്ന് അഴിക്കുകയാണ്. ഈ അഴിച്ചിട്ട് നമുക്കൊന്ന് മെഗർ ചെയ്ത് നോക്കണം. അപ്പോൾ DBയുടെ കവർ അഴിച്ചു. അതുപോലെ ഇനി നമ്മൾ അതിൻ്റെ ഈ ഫേസ് സെലക്ടർ അതെല്ലാം നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ മെഗർ ചെയ്ത് നോക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മുടെ തൊട്ട് പിന്നാലെ, ഞാനതൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. നമ്മുടെ തൊട്ട് പിന്നിൽ ഇതേപോലെ ഒരാളെപ്പോഴും നമ്മൾ സസൂക്ഷ്മം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു ടാഗൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്നുള്ളത് ഞാൻ അവസാനം പറയാം. അപ്പോൾ അത് എനിക്കൊരു സസ്പെൻസ് ആയിട്ടിരുന്നത് പോലെ തന്നെ കുറച്ച് നേരം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മൾ DB എല്ലാം തുറന്നു വെച്ചു. ഇനി ഫേസ് സെലക്ടർ അഴിച്ച് മാറ്റണം. അതിനുശേഷം നമ്മൾ ഈ RCCB ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് അവരുടെ ഒരു മേൽനോട്ടം ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഞാൻ ഏതൊരു സൈറ്റിൽ വർക്കിന് ചെന്നാലും അവർ നമ്മളെ വർക്ക് ചെയ്യാൻ ഞാൻ അനുവദിച്ചിട്ട് അവർ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു 2-3 പേര് നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഒരിക്കലും അതൊരു കുറ്റമൊന്നുമല്ല. അവരത്രത്തോളം നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട് അവർക്ക്. നമ്മൾ ഈ ഫേസ് സെലക്ടർ എല്ലാം അഴിച്ചു മാറ്റിയതിന് ശേഷം ഓരോന്നായിട്ട് നമ്മൾ അഴിച്ചിടുകയാണ്. ഓരോ സർക്യൂട്ടായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ലീക്കേജ് എവിടെ സംഭവിക്കുന്നു, ലീക്കേജ് അതിൻ്റെ തന്നെ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഇത്രയും ഈ ഫുൾ ലോഡ് കൊടുക്കുമ്പോൾ ഒരു 15 മില്ലി ആംപിയറിനകത്ത് തന്നെ ട്രിപ്പിംഗ് സംഭവിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്ത് വർക്കാണോ ചെയ്യുന്നത്, ഒരു കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഇത് എന്തിനെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവാം. ഇത് നമ്മുടെ ഫീൽഡിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, ഇലക്ട്രിക്കൽ ഫീൽഡ് പഠിക്കാനും അതുപോലെ വീട്ടുകാരൊക്കെ ഉണ്ടാവും. എന്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ വളരെ ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഇത്ര കൃത്യമായിട്ട് തന്നെ നമ്മളിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേസ് സെലക്ടർ അഴിച്ചു മാറ്റിയിട്ട് അതിൻ്റെ വയറുകൾ
ഡിസ്കണക്ട് ചെയ്യുകയാണ്. ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഫുൾ അത് മെഗർ ചെയ്ത് നോക്കാനായിട്ട്. ഫേസ് ഇലക്ട്രിക് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് RCCB ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. മറ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ പാടാണ്, മറ്റ് ടെസ്റ്റുകളൊക്കെ നടത്താൻ പാടാണ്. അതുകൊണ്ടാണ് ഇത് അഴിച്ചു മാറ്റുന്നത്. എന്ത് കൃത്യമായിട്ടാണെന്നറിയാമോ അവര് നമ്മളെ സൂക്ഷ്മം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എടുക്കുന്ന ഓരോ ടൂൾസും ഓരോ മീറ്ററുകളും അതെന്ത് ചെയ്യുന്നു എല്ലാം വ്യക്തമായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പരിങ്ങൽ എനിക്കുണ്ട്. ഇത്ര കൃത്യമായിട്ട് ഇങ്ങനെ നോക്കി 2-3 പേര് നോക്കിക്കൊണ്ട് നിൽക്കുമ്പം അവരെന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പം നമ്മുടെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ് പുറകിൽ നിൽക്കുന്നതെങ്കിൽ എത്രത്തോളം എങ്ങനെയാണ് നമ്മുടെ ഒരു അവസ്ഥയെന്നറിയാമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് എല്ലാം കൊണ്ടും കണ്ടോ ഇവര് 2 പേരും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ, ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോകുമ്പോഴും അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഓരോ ടൂൾസ് എടുക്കുമ്പോഴും അതിലേക്ക് തന്നെ കൃത്യമായി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഒരു കണക്കിന് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമ്മളിനി അതിനകത്ത് നമ്മൾ മെഗർ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതുപോലെ ഈ RCCB ഒരു ലോഡും ഇല്ലാതെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു സോക്കറ്റ് ഉണ്ട്. ഈ സോക്കറ്റും എർത്ത് ലീക്കേജ് ടെസ്റ്റും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ സോക്കറ്റിനെ നമ്മൾ നേരിട്ട് RCCBയുടെ കണക്ഷൻസ് എല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് മാത്രമാണ് ഇപ്പോൾ RCCBയിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഈ ഒരു സോക്കറ്റ് കണക്ട് ചെയ്തിട്ട് അതിലെ DBയിൽ എർത്തും കൂടെ കണക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എർത്ത് ലീക്കേജ് ടെസ്റ്റർ വെച്ചിട്ട് ഒരു ലീക്കേജ് കറണ്ട് അപ്ലൈ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര മില്ലി ആംപിയറിൽ നോർമൽ കണ്ടീഷനിൽ, അതായത് ഒരു ലോഡും ഇല്ലാതെ തന്നെ RCCB എത്ര മില്ലി ആംപിയറിൽ ട്രിപ്പിംഗ് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫീൽഡിലൊക്കെ ഇലക്ട്രിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യന്മാരുണ്ടെങ്കിൽ അവർ ഇതേപോലത്തെ ഒരു ടെസ്റ്റർ വാങ്ങുക. എന്നിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒരു ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് ആ ഒരു RCCBയുടെ പെർഫോമൻസ് ആണ് നോക്കേണ്ടത്. നമുക്ക് ശരിക്കും RCD ടെസ്റ്റർ അല്ലെങ്കിൽ RCCB ടെസ്റ്റർ എന്ന് പറയുന്ന ടെസ്റ്റർ നിലവിലുണ്ട്. പക്ഷേ അതൊക്കെ നല്ല കോസ്റ്റ്ലി ആണ്. അതൊക്കെ വെച്ച് നമുക്ക് കൃത്യമായിട്ട് RCCBയുടെ പെർഫോമൻസ് മനസ്സിലാക്കാൻ കഴിയും. എത്ര മില്ലി ആംപിയറിൽ ട്രിപ്പിംഗ് സംഭവിക്കുന്നു, എത്ര മില്ലി സെക്കൻഡിൽ ട്രിപ്പിംഗ് സംഭവിക്കുന്നു, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഈ RCCB എത്ര ലീക്കേജിൽ ട്രിപ്പ് ആവുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ചെറിയൊരു ഉപകരണം മതി. മറ്റുള്ള നല്ല കോസ്റ്റ്ലി ഒക്കെ ആയതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ RCD ടെസ്റ്റർ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടോ, ഈ ഓരോ നിമിഷവും അവരുടെ ഓരോ ശ്രദ്ധയും അതിനകത്തുണ്ടെന്നുള്ളതാണ് കേട്ടോ. നമ്മൾ എർത്ത് ലീക്കേജ് ടെസ്റ്റ് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു ലീക്കേജ് കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകും. എത്ര മില്ലി ആംപിയറിൽ അത് ട്രിപ്പിംഗ് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് 5 മില്ലി ആംപിയർ 10 മില്ലി ആംപിയറിലാണ് നമ്മൾ തുടങ്ങുന്നത്. 10 മില്ലി ആംപിയർ കൊടുത്തു. അപ്പോൾ അത് ട്രിപ്പിംഗ് സംഭവിച്ചിട്ടില്ല. ഓക്കെ, അടുത്ത് നമ്മൾ 15 മില്ലി ആംപിയർ അതിലേക്ക് കൊടുക്കുമ്പോൾ അത് ട്രിപ്പിംഗ് സംഭവിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു ലോഡും ഇല്ലാതെ തന്നെ 15 മില്ലി ആംപിയർ ലീക്കേജ് സംഭവിച്ചാൽ അത് ട്രിപ്പിംഗ് സംഭവിച്ചു പോകുന്നു. അപ്പോൾ RCCB നമുക്ക് നല്ലൊരു പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ RCCB ഒരു 30 മില്ലി ആംപിയറിലേക്ക് വേണം ട്രിപ്പിംഗ് സംഭവിക്കാൻ. അല്ല, അതിന് മുമ്പൊക്കെ ട്രിപ്പിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഏരിയ ഉള്ളൊരു വീടാണ്, വലിയൊരു വീടാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ലോഡ് വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലെ ഇതുകൊണ്ട് ലീക്കേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ലീക്കേജ് കറണ്ട് ഒരു 10 മില്ലി ആംപിയർ 15 മില്ലി ആംപിയർ ഒക്കെ ആയി വരുമ്പോൾ തന്നെ RCCB ട്രിപ്പായി പോകും. അതൊരു കാരണമാണ്. ഈ നിരന്തരമുള്ള ട്രിപ്പിങ്ങിന് ഒരു കാരണം അതുകൂടെ വരാം. അതുകൊണ്ട് നമ്മൾ RCCB അത് അവരോട് മാറണമെന്ന് തന്നെ പറഞ്ഞ് മാറിയാൽ അത്രയും നല്ലത്. ഇത് മറ്റേ ചെറിയ ചെറിയ ഉപയോഗങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ചെറിയ കുഞ്ഞു വീടുകൾക്കൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ RCCB നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മെഗർ ടെസ്റ്റ് ചെയ്യാണ്. മെഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ന്യൂട്രൽ ടു എർത്ത് നോക്കുന്നുണ്ട്. പിന്നെ എർത്ത് ടു നമ്മൾ വയറിങ് ഫേസ് നോക്കുന്നുണ്ട്. അതുപോലെ വയറിങ് എർത്തുമായിട്ടുള്ള എല്ലാ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ നോക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനെ നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ വാല്യൂവും നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ടെസ്റ്റുകളും ചെയ്യുമ്പോൾ ഓരോ സർക്യൂട്ടിലെയും നമ്മൾ മെഗർ വാല്യൂ എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ഒരു വിശ്വാസത്തോടെ കൂടി നമ്മളെ ഒരു കംപ്ലൈൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വിളിക്കുന്നവർക്ക് നമ്മളിത് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ വർക്കുകളും ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഇലക്ട്രീഷ്യന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വളരെ പ്രയോജനപ്പെടും. കാരണം അവരും ഇതേ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏത് കംപ്ലൈൻറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവർക്ക് കംപ്ലൈൻറ്റുകൾ കണ്ടുപിടിക്കാൻ കഴിയും.
അപ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് വേണമെങ്കിലും എനിക്ക് ഇവിടുത്തെ കംപ്ലൈൻറ്റ് പരിഹരിച്ചിട്ട് പോകാൻ കഴിയും. പക്ഷേ ഒരു പഴുത് പോലും വരരുത്. നമ്മൾ ഇത്രയും ദൂരെയൊക്കെ ഓടി പോയി ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ പോകുമ്പോൾ അതിനകത്ത് ഒരു പഴുത് പോലും വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് വ്യക്തമായിട്ടാണ് നമ്മളിതെല്ലാം ചെക്ക് ചെയ്യുന്നത്. നമുക്കിതിൽ നല്ല രീതിയിൽ തന്നെ വയറിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വയറിങ് ചെയ്തിരിക്കുന്ന രീതി അന്ന് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വയറിങ്ങിൽ കറക്റ്റ് ഗേജിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ലോഡിനനുസരിച്ചിട്ടുള്ള വയറിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ MCB സെലക്ഷൻ എല്ലാം പക്കയാണ്. അതുപോലെ തന്നെ അതിൽ വയറിൽ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കോപ്പർ ലെഗ് ഉപയോഗിച്ചിട്ടാണ് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കതിനകത്ത് ഒരു പോരായ്മയും പറയാനില്ല. പക്ഷേ അതിനകത്ത് ഉള്ള ഒരു MCB മാത്രം ഒരു ലൂസ് കോണ്ടാക്റ്റോ മറ്റോ വന്നിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ നമുക്കതൊരു ഒരു പോരായ്മയെന്നല്ല, അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് പറയേണ്ടതുണ്ടായിരുന്നു. ആ MCB നമ്മൾ മാറാൻ അവരോട് പറഞ്ഞു. അതുപോലെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ന്യൂട്രലും നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ മെഗർവാലി ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു ലീക്കേജിന് സാധ്യത ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ കേട്ടോ അവരെ ഇതെല്ലാം ബോധ്യപ്പെടുത്തി തന്നെ നമ്മളത് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇതിനകത്തൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, അത് അവസാനം പറയാം. ആ ഒരു RCCB കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞു. അങ്ങനെ അവർ വേറൊരു RCCB പോയി വാങ്ങിക്കൊണ്ട് വന്നു. അത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 10 മില്ലി ആമ്പയറിൽ ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പിന്നെ ഞാൻ നേരിട്ട് തന്നെ ഒരു RCCB വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരോടൊപ്പം ഞാൻ വാഹനത്തിൽ പോയി. അന്ന് വ്യാപാരി വ്യവസ്ഥയുടെ അവധി ആയതുകൊണ്ട് നമുക്ക് ഒരു 8-9 കിലോമീറ്റർ അകലെയുള്ളൊരു ഒരു ജംഗ്ഷൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു ടൗണിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ പോയിട്ടാണ് നമ്മളൊരു RCCB സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ ചെന്നു, ആദ്യം കൊണ്ടുവന്ന RCCB അത് റിട്ടേൺ ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടുന്ന് മറ്റ് ഒരു ബ്രാൻഡിൻ്റെ RCCB എടുത്ത് ചെക്ക് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻസ് എല്ലാം കൊടുക്കുകയാണ്. നമുക്ക് തന്ന ബ്രാൻഡുകളോ ഞാൻ ഒന്നും പറയുന്നില്ല. ബ്രാൻഡുകളെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെ പറ്റിയോ ഒന്നും പറയാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. എങ്കിലും നമുക്ക് RCCBയുടെ ട്രിപ്പിംഗ് കറണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ അത്ര കിട്ടാത്ത ബ്രാൻഡ് എന്നല്ല, നമ്മൾ ആ RCCB മാറ്റി വെച്ചിട്ടാണ് ഇത് നോക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്റ്റൻഷൻ കോഡ് വരണകത്ത് നമ്മളിത് കണക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന ഒരു RCCB കൂടി ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്തും കാണിക്കുന്നത് 15 മില്ലി ആമ്പയറിൽ ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കൊണ്ടുപോയ 2 RCCBയും 15 മില്ലി ആമ്പയറിൽ ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേറെ അവിടെ ഒരു പീസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ട് മറ്റൊരു സ്ഥാപനത്തിൽ പോയി, ഒരു കടയിൽ പോയി നല്ലൊരു ബ്രാൻഡിലുള്ള ഒരു RCCB വാങ്ങി അത് കൃത്യ റേറ്റിംഗിൽ തന്നെ ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ട്. നമ്മളത് വീട്ടിൽ കൊണ്ടുവച്ച് ഫിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 30 മില്ലി ആമ്പയർ തന്നെയാണ് അത് ട്രിപ്പിംഗ് സംഭവിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഫുൾ ലോഡ് ആ വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം ഫുൾ ലോഡ് ഓൺ ചെയ്ത് നമ്മളത് ചെക്ക് ചെയ്യുകയാണ് കേട്ടോ. ചെക്ക് ചെയ്തിട്ട് കണ്ടോ, നമ്മൾ നോക്കുമ്പോൾ വാല്യൂ നോക്കുമ്പോൾ 20 മില്ലി ആമ്പയറായി, 25 30 മില്ലി ആമ്പയറിൽ നമ്മൾ അടുത്തത് 30 മില്ലി ആമ്പയർ ചെക്ക് ചെയ്തു. കറക്റ്റായിട്ട് 30 മില്ലി ആമ്പയറിലാണ് ഇത് ഇപ്പോൾ ട്രിപ്പിംഗ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ ലോഡ് ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. വീട്ടിൽ എല്ലാ ലോഡും ഓൺ ചെയ്തു. അങ്ങനെ നമ്മൾ ഈ കൃത്യമായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിറങ്ങി. അപ്പോഴാണ് ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ തൊട്ട് പിന്നാലെ വരുന്ന ആളാണ് അവിടുത്തെ ഇലക്ട്രീഷ്യൻ കേട്ടോ. ആ വീട് കംപ്ലീറ്റ് വയറിങ് ചെയ്ത ഇലക്ട്രീഷ്യനാണ്. എനിക്കറിയില്ലായിരുന്നു. അവസാന നിമിഷമാണ് ഞാൻ അറിഞ്ഞത്. ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ വർക്കിനെ പറ്റിയോ വർക്കിൻ്റെ എന്തെങ്കിലും ഒരു പോരായ്മയെ പറ്റിയോ എൻ്റെ നാവിൽ നിന്നും വീണില്ല. ഒരിക്കലും ഞാനങ്ങനെ സംസാരിക്കാറില്ല. എങ്കിൽ പോലും അങ്ങനെ എൻ്റെ വായിൽ നിന്ന് വീണിരുന്നെങ്കിൽ എത്രത്തോളം വിഷമം അദ്ദേഹത്തിനും എനിക്കും ആകുമായിരുന്നു എന്നുള്ളത് ഞാൻ അവസാന നിമിഷം ചിന്തിച്ചു പോയത് ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ വർക്കുകളൊക്കെ പൂർത്തിയാക്കിയിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ ടാറ്റയൊക്കെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.